മലബാർ മ്യൂസിക് ചേംബർ, അതായത് സംഗീത കച്ചേരികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഈ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു വേദിയാവാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൃഷ്ണ സ്കൂൾ ഓഫ് മ്യൂസിക്കിന് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണത്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണപ്രകാശേട്ടൻ്റെ പേര് ആദ്യം എടുത്ത് പറയണം. പിന്നെ മനു, രോഹിത്, അഭിരാം, ഇവരൊക്കെ വളർന്നു വരുന്ന കലാകാരന്മാർ, നമ്മുടെ ഭാവി പ്രതീക്ഷകളാണ്. സംഗീത രംഗത്തെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഗോപു, കൃഷ്ണ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നമ്മുടെ ഒരു അനുഗ്രഹം. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത്, ഇവരൊക്കെ ഈ ഒരു രംഗത്തേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ സ്വരസുധ എന്ന ഈ ഒരു കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇതിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ നമ്മുടെ ഒക്കെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള നാരായണപ്രകാശനുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് തന്നെ കൃഷ്ണ സ്കൂൾ ഓഫ് മ്യൂസിക് ടീച്ചർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്, ഒരു നന്ദി. ഒരു ഔപചാരികതയൊന്നുമില്ലെങ്കിലും, കാരണം സ്വരസുധ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ, ഒരു കലാകാരന് അയാൾ ഏത് സ്റ്റേജിലുള്ള ആളായാലും കലാകാരന് ഏറ്റവും ആവശ്യം വേദിയാണ്. പെർഫോം ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വീട്ടിലിരുന്ന് മണിക്കൂർ കണക്കിന് വർഷക്കണക്കിന് ചെയ്യുന്ന ജോബ് നമുക്കൊരു സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കിട്ടുക, സ്റ്റേജ് കിട്ടുക എന്നത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചു വരുന്ന സമയത്ത് മാഷ്ക്ക് പറയാം, സ്റ്റേജ് വലിയൊരു പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, വി ആർ സംവാട്ട് കംഫർട്ടബിൾ. പക്ഷെ ഒരു ബാനറിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ ആ സ്റ്റേജ് കിട്ടാൻ എളുപ്പമാണെന്നാണ് ഇപ്പോൾ മനസ്സിലായത്. ഈ സ്വരസുധയുടെ ഉദ്ദേശം മ്യൂസിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതേസമയം അതുകൊണ്ടാണ് നമ്മൾ മലബാർ മ്യൂസിക് ചേംബർ എന്ന് വെച്ചിരിക്കുന്നത്. ചേംബർ കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ മൈക്ക്ലെസ് കോൺസേർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈക്ക് വയ്ക്കാതെ തന്നെ അതിൻ്റെ നാച്ചുറൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർ എന്താണോ അനുഭവിക്കുന്നത് അത് ഓഡിയൻസിനെ കേൾപ്പിക്കുക എന്ന ഉദ്ദേശമാണ്. അപ്പം ഇങ്ങനെയൊരു ഉദ്ദേശം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും സബ്സ്ക്രിപ്ഷൻ പിരിക്കലോ അങ്ങനെയൊന്നുമില്ല, ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനൊന്നുമല്ല. അപ്പോൾ ആർട്ടിസ്റ്റ് ഫീ മാത്രമാണ് നമുക്ക് ഇതിൽ വരുന്ന ചിലവ്. മൈക്ക് വെച്ചിട്ടില്ല, ഹാളില്ല, അപ്പോൾ അതിൻ്റെ ചിലവുകളൊന്നും നമുക്ക് വരുന്നില്ല. സൗകര്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ച് പാടിക്കാം. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ഇതേപോലെ ഇനിയും കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഉദ്ദേശം അറിഞ്ഞപ്പോൾ സുമൻ ടീച്ചർ ഇവിടെ വീട്ടിൽ ധാരാളം സൗകര്യമുണ്ട്, ഇപ്രാവശ്യം ഇവിടെ ആക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ടീച്ചർ എപ്പോഴൊക്കെ റെഡി പറയുന്നു അപ്പോഴൊക്കെ നമ്മൾ റെഡി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അഭിരാമിൻ്റെ സോളോയോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം ഗോപികൃഷ്ണൻ്റെ കോൺസേർട്ടും നന്നായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആഫ്റ്റർ ദ കോൺസേർട്ട് യു ക്യാൻ ആസ്ക്. Now the forum is open. Thank you. അതുപോലെ മൊബൈൽ ഫോൺസ് ഒന്ന് സൈലന്റ് ആക്കിയാൽ ഫ്ലൈറ്റ് ആക്കിയാൽ മതി, ഫ്ലൈറ്റ് മോഡ് ഇട്ടാൽ മതി. ഒന്ന് സ്ക്രോൾ ചെയ്തു അതാണ് എയറോപ്ലെയിൻ്റെ ഒരു
താങ്ക് യു.